കഴിഞ്ഞ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ ആണ് തുടങ്ങി വച്ചത്. ആ സൂറത്തിലെ ആദ്യത്തെ 11 വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തത്. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മിക സങ്കല്പങ്ങൾ എത്രമാത്രം പ്രാകൃതവും മനുഷ്യത്വഹീനവുമാണ് എന്ന് നമ്മൾ ആ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അങ്ങേയറ്റം ജുഗുപ്സാവഹമായിട്ടുള്ള ധാർമ്മിക നിർദ്ദേശങ്ങൾ ആണ് ഖുർആനിൽ മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന് 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത ഗോത്ര മനുഷ്യരുടെ ഇടയിൽ നിലനിന്നിരുന്ന അടിമ ഉടമ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് അന്ന് ആളുകൾക്ക് സദാചാരമെന്നും ധാർമ്മികമെന്നും തോന്നിയിരുന്ന കാര്യങ്ങളാണ് ഖുർആൻ യാതൊരു ലജ്ജയുമില്ലാതെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ഈ അധ്യായത്തിൽ 118ഓളം വാക്യങ്ങളാണ് മൊത്തം ഉള്ളത്. അതിൽ ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ള വാക്യങ്ങൾ പതിവ് പോലെയുള്ള ദൃഷ്ടാന്തം പറച്ചിലുകളും പായ്യാരം പറച്ചിലുകളും ഇതുപോലെയുള്ള പഴങ്കഥകളുടെ ആവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. എങ്കിലും നമുക്കിതെല്ലാം വായിച്ച് പോകേണ്ടത് ഉള്ളത് കൊണ്ട് തുടർന്നുള്ള വാക്യങ്ങളും ഞാൻ വായിക്കുകയാണ്. അതിനകത്തും നമുക്ക് ചർച്ച ചെയ്യാവുന്ന ചില രസകരമായ കോമഡികൾ ഉണ്ട്. ഇനി വായിക്കാനുള്ളത് 12-ാമത്തെ വാക്യം മുതലാണ്. ഈ വാക്യം മുതൽ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആകാശം ഭൂമി സൃഷ്ടിച്ച കഥയിലേക്ക് പോകുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട് ഖുർആനിൽ പലയിടത്തായി വൈരുദ്ധ്യങ്ങളോടുകൂടി ആവർത്തിച്ചിട്ടുള്ള വിശദീകരണം അതാണ് ഇനി നമ്മൾ വായിക്കുന്നത്. 12-ാമത്തെ വാക്യം, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. സുലാലത്തിൻ മിൻ തീൻ, അതിന് വെള്ളം ചേർത്ത് കുഴച്ച നനഞ്ഞ കളിമണ്ണ് എന്നൊക്കെ പലരും അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഈ ഖുർആനിൽ തന്നെ മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച കാര്യം പറയുന്നിടത്ത് ചിലയിടത്ത് തീൻ എന്നാണ്, ചിലയിടത്ത് തുറാബ് എന്നാണ്, മറ്റു പൊടി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, മണ്ണ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, പൊടിമണ്ണ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ കളിമണ്ണ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, നനഞ്ഞ കളിമണ്ണ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഖുർആനിൽ പലയിടത്തായിട്ട് വ്യത്യാസപ്പെടുത്തി പറയുന്നുണ്ട്. ഇത് മനുഷ്യ സൃഷ്ടിയുടെ ആദ്യ ഘട്ടമാണ്. ആദ്യത്തെ ജോഡിയാണ് മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയത്. ജോഡി മൊത്തം മണ്ണ് കുഴച്ചുണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. ആ ജോഡിയിലെ പുരുഷനെ മണ്ണ് കുഴച്ചുണ്ടാക്കി, സ്ത്രീയെ പിന്നെ എങ്ങനെയോ ഉണ്ടാക്കി കൊടുത്തു. ആ രീതിയിലാണ്. ബൈബിളിലെ കഥ അനുസരിച്ചാണെങ്കിൽ സ്ത്രീയെ പുരുഷൻ്റെ വാരിയലിൽ ഊരിയിട്ടാണ് സൃഷ്ടിച്ചത്. ഖുർആനിൽ അങ്ങനെ വാരിയലിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, പക്ഷേ ഹദീസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ജോഡി മണ്ണുകൊണ്ട് ഉണ്ടാക്കൽ കഴിഞ്ഞ് പിന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ശുക്ലം കൊണ്ടാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. പിന്നീട് ഒരു ശുക്ലത്തുള്ളിയായി അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാറിൻ മക്കീൻ. ഇവിടെ നുത്ഫ എന്ന വാക്കിനാണ് ശുക്ലത്തുള്ളി എന്ന് നമ്മൾ അർത്ഥം പറഞ്ഞത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ശുക്ലത്തുള്ളിയൊക്കെ മാറ്റി അവിടെ ബീജം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഓൺലൈൻ പരിഭാഷയിൽ തന്നെ ബീജം എന്നാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഭ്രൂണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ബീജവും ഭ്രൂണം തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ അടുത്ത കാലത്തുണ്ടായ സാങ്കേതിക പദങ്ങളാണ്. അതൊന്നും ഈ ഖുർആൻ എഴുതുന്ന കാലത്ത് അറബി ഭാഷയിൽ അങ്ങനെയുള്ള പദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് നുത്ഫ എന്നാൽ തുള്ളി എന്നാണ് അർത്ഥം. അത് എന്തിൻ്റെ തുള്ളിയാണ് എന്നുള്ളത് ശുക്ലത്തുള്ളിയാണ് എന്നുള്ള കാര്യം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധത്തിൽ തന്നെ പ്രവാചകനും മറ്റും വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ശുക്ലത്തുള്ളിയിൽ നിന്നാണ് പിന്നെ സൃഷ്ടി തുടങ്ങുന്നത്. ശുക്ലത്തുള്ളി എവിടെയാണ് കൊണ്ടുവെക്കുന്നത്? ഭദ്രമായ ഒരു സ്ഥാനത്ത്, ഖറാറിൻ മക്കീൻ എന്നാണ്, ഭദ്രമായ ഒരു സ്ഥാനത്ത് കൊണ്ടുവച്ചു. ഈ ഭദ്രമായ സ്ഥാനം പെണ്ണിൻ്റെ ഗർഭപാത്രമാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യനെ ആദ്യം കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ച് രണ്ടാമത് പിന്നീട് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ശുക്ലത്തിൽ നിന്നാണ്, ശുക്ലത്തുള്ളിയിൽ നിന്നാണ്. ശുക്ലത്തുള്ളി പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ ഭദ്രമായിട്ട് കൊണ്ടുപോയി വെക്കുകയാണ് അള്ളാഹു ചെയ്യുന്നത്. 14-ാം വാക്യം, പിന്നെ ആ ശുക്ലത്തുള്ളിയെ ഒരു
രക്തക്കട്ടയായി രൂപപ്പെടുത്തി. അതിനുശേഷം ആ രക്തക്കട്ടയെ ഒരു ഇറച്ചിക്കട്ടയായി രൂപപ്പെടുത്തി. തുടർന്ന് ആ ഇറച്ചിക്കട്ടയെ അസ്ഥികളായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികളെ ഇറച്ചി കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. ഇത്രയുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിനെയാണ് ആധുനിക ഭ്രൂണശാസ്ത്രമാക്കി ഉരുട്ടിക്കുഴച്ച് വ്യാഖ്യാനിച്ച് ലോകം മുഴുവൻ ഖുർആനിലെ സയൻറ്റിഫിക് മിറാക്കിൾ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത്. സിന്ദാനി പ്രോജക്റ്റിന് ശേഷമാണ് ഈ ഭ്രൂണശാസ്ത്രമൊക്കെ ഇതിനകത്തുനിന്ന് കടഞ്ഞെടുത്തത്. അതുവരെ ഭ്രൂണശാസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതുവരെ ശുക്ലത്തുള്ളി, ചോരക്കട്ട, ഇറച്ചിക്കട്ട, പിന്നെ എല്ലുമല ഇറച്ചി പൊതിയൽ, ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ പിന്നെ ആധുനിക ഭ്രൂണശാസ്ത്രമാക്കി ഉരുട്ടിമറിച്ച് വ്യാഖ്യാനിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനത്തെയാണ്. ഇവിടെ 6-ാം നൂറ്റാണ്ടിലെ ഒരു മനുഷ്യന് അറിയാവുന്ന കാര്യത്തിലപ്പുറം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാവും. ഖുർആനിലെ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ അറിവിനപ്പുറം ഇതിനകത്തൊന്നുമില്ല എന്ന വസ്തുത മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. 6-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ്റെ അറിവ് അതാണ്. ഈ അറിവ് എവിടുന്ന് മനുഷ്യന് കിട്ടി എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള വിശദീകരണങ്ങളും ഉണ്ട്. അത് അന്നത്തെ കാലത്തെ വൈദ്യശാസ്ത്രം, അന്ന് വികസിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രവും ശരീരശാസ്ത്രവും ഒക്കെ തന്നെ ഈ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഗ്യാലൻ്റെയൊക്കെ കാലത്ത് ഉണ്ടായിരുന്ന ഭ്രൂണശാസ്ത്ര വിജ്ഞാനം തന്നെയാണ് ഇത് എന്ന് ചരിത്രപരമായിട്ട് വിശദീകരിക്കുന്നവരുണ്ട്. എന്നാൽ ഇവിടെ മൗദൂദി സാഹിബ് വളരെ സത്യസന്ധമായിട്ട് തന്നെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഖുർആനിൽ ഈ ഭ്രൂണശാസ്ത്രം പറയുന്ന ഒരു വാക്യത്തിന് വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തഫ്ഹീമുൽ ഖുർആനിൽ ഞാൻ വായിക്കാം. സൂറത്തുൽ ഹജ്ജിൽ 5-ാമത്തെ വാക്യത്തിനോ മറ്റോ അദ്ദേഹം നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ്. ഗർഭാശയത്തിൽ ഒരു ശിശു കടന്നു പോകുന്ന വിവിധ ഘട്ടങ്ങളെ സൂചിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ. ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ന് കണ്ടെത്തിയിട്ടുള്ള അതിസൂക്ഷ്മമായ പരിണാമഘട്ടങ്ങളൊന്നും പക്ഷേ ഇവിടെ വിശദീകരിക്കുന്നില്ല. മറിച്ച് ഒരു സാധാരണ കാട്ടറബിക്ക് പോലും സുപരിചിതമായിരുന്ന മുഖ്യ പരിണാമ ദശകൾ മാത്രമേ ഇവിടെ പരാമർശിക്കുന്നുള്ളൂ. അതായത് ഇന്ദ്രിയം ഗർഭാശയത്തിൽ പതിച്ച ശേഷം അത് ഒരു രക്തപിണ്ഡമാവുകയും പിന്നീട് രൂപമൊന്നുമില്ലാത്തതും ക്രമേണ മനുഷ്യരൂപം പ്രാപിക്കുന്നതുമായ ഒരു മാംസക്കട്ടയായി പരിണമിക്കുകയും ചെയ്യുമെന്ന് സാധാരണക്കാർക്ക് പോലും അറിയാമായിരുന്നു. വിവിധ അവസ്ഥകളിലുണ്ടാകുന്ന ഗർഭചിത്രങ്ങളിലൂടെ ഭ്രൂണ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ അക്കാലത്തും മനുഷ്യർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പ്രസ്തുത ഘട്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയത്. അത് മനസ്സിലാക്കുവാൻ അന്നും ഇന്നും ശാസ്ത്രീയ ഗൈനക്കോളജി ഗവേഷണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. തഫ്ഹീമുൽ ഖുർആനിലെ 3-ാം വാള്യത്തിൽ 195-ാം പേജിൽ ഇത് നിങ്ങൾക്ക് കാണാം. ഓൺലൈൻ തഫ്സീറിലുള്ള പേജും ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം. ഇവിടെ മൗദൂദി ഇങ്ങനെ പ്രത്യേകം പറയാൻ ഒരു കാരണമുണ്ട്. കാരണം മൗദൂദി ഈ തഫ്സീറൊക്കെ എഴുതുന്ന കാലത്ത് സിന്ദാനി പ്രോജക്റ്റ് അതിൻ്റെ ഒരു പീക്കിലെത്തിയിട്ടില്ല എങ്കിൽ പോലും ചില ഇംഗ്ലീഷ് പരിഭാഷകരും വ്യാഖ്യാതാക്കളും പാശ്ചാത്യ വ്യാഖ്യാതാക്കളും ഒക്കെ ഖുർആനിനെ ഭ്രൂണശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ചില വിശദീകരണങ്ങൾ അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്, വ്യാഖ്യാന കസർത്തുകൾ. മൗദൂദിക്ക് ആ കസർത്തൊന്നും അത്ര പിടിച്ചിട്ടില്ല. മൗദൂദി പറഞ്ഞത്, ദൃഷ്ടാന്തം പറയുന്നത് അന്നത്തെ അറബികൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അള്ളാഹു ഇത് പറഞ്ഞതാണ്. അള്ളാഹു ഇവിടെ ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കാനല്ലല്ലോ പറയുന്നത്. അള്ളാഹു ഇത് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യം പറയുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ എടുത്താൽ മതിയെന്നും ഇതിനെ ആധുനിക ഗൈനക്കോളജി ഗവേഷണങ്ങളുടെ ഒന്നും ഭാഗമായിട്ട് ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുമാണ് മൗദൂദി ഇവിടെ പറയുന്നത്. മൗദൂദി ഉപയോഗിച്ചിരിക്കുന്ന ആ വാചകം തന്നെ നോക്കൂ. ഏതൊരു കാട്ടറബിക്കും അന്ന് നേരിട്ടറിയാവുന്ന കാര്യങ്ങളെ ഇതിനകത്തുള്ളൂ എന്നാണ്. കാട്ടറബി എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് എന്നും മൗദൂദി ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളിലുള്ള ഗർഭചിത്രങ്ങൾ നേരിട്ട് കണ്ട് അനുഭവമുള്ള ആളുകൾക്ക് ഈ ഇറച്ചിക്കട്ടയും
ചോരക്കട്ടയും ഒക്കെ പരിചയമുണ്ട്. അപ്പോൾ പല പ്രായത്തിലുള്ള ഗർഭചിത്രം നേരിട്ട് കണ്ട അനുഭവത്തിൽ നിന്ന് തന്നെ ഗർഭത്തിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് അന്നത്തെ ആളുകൾക്കറിയാം. അങ്ങനെ കാണുന്ന കാഴ്ചയിൽ ചോരക്കട്ടയായിട്ടും ഇറച്ചിക്കട്ടയായിട്ടും തന്നെയാണ് മനുഷ്യർക്ക് തോന്നുക. ആ അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് വളരെ കൃത്യമാണ്, ക്ലിയറാണ്. മൗദൂദി പറഞ്ഞത് തന്നെയാണ് ഈ കാര്യത്തിൽ നമുക്കും പറയാനുള്ളത്. ഇതിനകത്ത് ഭ്രൂണശാസ്ത്രം കൊണ്ടുവന്ന് തിരുകുമ്പോഴാണ് നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് മറ്റു രീതിയിൽ കടക്കേണ്ടി വരുന്നത്, ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇവിടെ ശുക്ലത്തുള്ളി ഒരു നിശ്ചിത കാലഘട്ടം ഗർഭാശയത്തിൽ കിടക്കുമെന്നും അത് കഴിഞ്ഞ് പിന്നെ ഒരു നിശ്ചിത കാലഘട്ടം അത് ചോരക്കട്ടയായിട്ട് കിടക്കുന്നു, ചോരക്കട്ട പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇറച്ചിക്കട്ടയാവുമെന്നും ഒക്കെയാണ് ഭ്രൂണ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളായിട്ട് ഖുർആനിൽ പറയുന്നത്. അത് ആ കാലഘട്ടം എത്രയാണ് എന്ന് കൃത്യമായി വിവരിക്കുന്ന ഹദീസും ലഭ്യമാണ്. അത് ചില്ലറ ഹദീസൊന്നുമല്ല. ആധികാരികതയുടെ കാര്യത്തിൽ ഏറ്റവും ടോപ്പ് റാങ്കിലുള്ള ആദ്യത്തെ 40 ഹദീസുകൾ തിരഞ്ഞെടുത്താൽ അതിലുൾപ്പെടുന്ന ഹദീസാണ്. ഇമാം നവവിയുടെ 40 സഹീഹായ ഹദീസുകളിൽ ഉൾപ്പെടുന്ന ഹദീസാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമായിട്ട് വന്നിട്ടുള്ളത്. അതിങ്ങനെയാണ്: നിങ്ങളുടെ മാതാവിൻ്റെ വയറ്റിൽ നിങ്ങളുടെ സൃഷ്ടി പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. 40 ദിവസം ഇന്ദ്രിയത്തുള്ളിയായി, അത്രയും കാലം ഒരു രക്തക്കട്ടയായി, പിന്നീട് അത്രയും കാലം ഒരു മാംസപിണ്ഡമായി, പിന്നീട് അവങ്കലേക്ക് ഒരു മലക്കിനെ നിയോഗിക്കും. മലക്ക് അവന് ജീവൻ ഊതും. തുടർന്ന് അവനെപ്പറ്റി 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ കൽപ്പിക്കും. അപ്പോൾ മലക്ക് അവൻ്റെ ആരോഗ്യം, ആയുസ്, പ്രവർത്തനങ്ങൾ, ശേഷം അവൻ പരലോകത്ത് വിജയിയോ പരാജിതനോ എന്ന കാര്യവും രേഖപ്പെടുത്തും. അപ്പോൾ ഈ ഭ്രൂണ വളർച്ചയിലെ ഓരോ ഘട്ടത്തിലെയും കാലയളവൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശുക്ലത്തുള്ളിയായിട്ട് ഗർഭാശയത്തിൽ മാറ്റമൊന്നുമില്ലാതെ കിടക്കുന്ന കാലം 40 ദിവസമാണ്. അത് കഴിഞ്ഞ് ചോരക്കട്ടയായിട്ട് കിടക്കുന്നത് 40 ദിവസമാണ്. പിന്നെ ഇറച്ചിക്കട്ടയായിട്ട് കിടക്കുന്നത് അടുത്ത 40 ദിവസമാണ്. അങ്ങനെ 120 ദിവസം കഴിയുമ്പോഴാണ് പിന്നെ എല്ലിൻ്റെ മുകളിൽ ഇറച്ചി പുതിയലും വേറെ രൂപത്തിൽ കുട്ടിയായിട്ട് വികസിക്കലും ഒക്കെ നടക്കുന്നത്. ആ സമയത്ത് അങ്ങനെ 4 മാസം കഴിയുമ്പോൾ ഒരു മലക്ക് കയറി വരും. മലക്ക് കയറി വന്നിട്ട് ഈ കുട്ടിക്ക് ജീവൻ ഊതിക്കയറ്റും. അതുവരെ ജീവനില്ല. ഇനി ജീവനല്ല ആത്മാവാണ് ഊതിക്കയറ്റുന്നത് എന്നാണ് വേറൊരു ഭാഷ്യം. എന്തായാലും ജീവനോ ആത്മാവോ എന്തോ ആകട്ടെ, ഊതിക്കയറ്റാൻ ഒരു മലക്ക് എല്ലാ ഗർഭാശയങ്ങളിലേക്കും കടന്നു വരും. എന്നിട്ട് ഊതിക്കയറ്റിയതിന് ശേഷം മലക്ക് കിതാബ് എടുത്തിട്ട് എഴുതുകയാണ് ഈ കുട്ടി ആണോ പെണ്ണോ എന്ന കാര്യം. അത് കഴിഞ്ഞ് ഈ കുട്ടി എപ്പോൾ ജനിക്കും, ഈ കുട്ടി ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യും, അവസാനം എപ്പോൾ എത്രാമത്തെ വയസ്സിൽ എങ്ങനെ മരിക്കും, അവസാനം പരലോകത്ത് സ്വർഗത്തിലോ നരകത്തിലോ എത്തുക എന്നുള്ളത് അടക്കം ആ കുട്ടിയുടെ ജീവിതകാലത്തെ മുഴുവൻ സംഭവങ്ങളും കൃത്യമായി വള്ളിപുള്ളി മാറ്റമില്ലാതെ മലക്ക് അവിടെ വെച്ച് തന്നെ ഒരു കിതാബിൽ എഴുതും. ആ എഴുതിയതിനനുസരിച്ചാണ് പിന്നെ ആ കുട്ടിയുടെ ജനനവും ജീവിതവും മരണവും പരലോകത്തെ സംഭവങ്ങളുമൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു കുട്ടിയുടെ വിധി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയും ഒരു കുട്ടിക്ക് ജീവൻ ഊതിക്കയറ്റുന്നതിന് വേണ്ടിയും ഒരു കുട്ടിയുടെ ഭ്രൂണ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങൾ ശരിപ്പെടുത്തുന്നതിനും ഒക്കെ ആയിട്ട് ഒരു മലക്ക് വന്ന് കയറും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. ഓരോരുത്തരുടെയും വിധി നേരത്തെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഗർഭാശയത്തിൽ വെച്ച് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന സുപ്രധാനമായ ഒരു ഈമാൻ കാര്യവും ഈ ഹദീസിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി പതിവ് പോലെ മുഹമ്മദ് നബിക്ക് ആയത്തർക്കലായാലും ഹദീസ് പറച്ചിലായാലും ഒരു സമയത്ത് പറഞ്ഞ നുണക്കഥകൾ മറ്റൊരു സമയത്ത് ആവർത്തിക്കുമ്പോൾ അതിൽ വ്യത്യാസം വരിക, വൈരുദ്ധ്യം വരിക എന്നുള്ളത് നമ്മൾ വളരെ വിശദമായി കഴിഞ്ഞ 4-5 വീഡിയോകളിൽ ചർച്ച ചെയ്തതാണ്. ഈ കാര്യത്തിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള വിശദീകരണങ്ങൾ നബിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. മറ്റൊരു ഹദീസാണ് ഈ കാണുന്നത്. സഹീഹ് മുസ്ലിം, തബ്രാനിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്. When the semen is 42 days old, Allah sends to it an angel that gives its dew from, makes it hear inside skin, flesh and bones. Then the angel says, O Lord, a male or a female, your Lord decrees what he pleases. And the angel writes down what the Lord decrees. Then it says, O Lord, what about its age? Your Lord decrees what he pleases. And the angel writes down what the Lord decrees. Then it says, O Lord, what about his sustenance? Your Lord decrees what he pleases.
and then angels writes down what the Lord decrees. Then the angel comes out with a scroll in the angel's hand, adding nothing to the scroll and omitting nothing from it. അപ്പോൾ ഇവിടെ ശുക്ലത്തുള്ളി 42 ദിവസം അവിടെ കിടന്ന ശേഷം 42ാമത്തെ ദിവസമാണ് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞയക്കുന്നത്. മലക്ക് വന്നിട്ട് ആ കുട്ടിയുടെ കേൾവി, കാഴ്ച, തൊലി, ഇറച്ചി, എല്ല് ഇതെല്ലാം ശരിയാക്കുന്നു. അത് ശരിയാക്കി കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ വിധിയും എഴുതി വച്ചിട്ട് പോകുന്നു. ആ വിധിയിൽ പിന്നെ കുത്തും കോമിയാരും മാറ്റുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ആദ്യം നമ്മൾ വായിച്ച ബുഖാരി ഹദീസിൽ 40 ദിവസം ശുക്ലത്തുള്ളിയായിട്ട് കിടക്കും, പിന്നെ 40 ദിവസം ചോരക്കട്ടായിട്ട് കിടക്കും, പിന്നെ 40 ദിവസം ഇറച്ചിക്കട്ടായിട്ട് കിടക്കും. അങ്ങനെ 4 മാസം കഴിഞ്ഞിട്ടാണ് മലക്ക് വരുന്നത്. മലക്ക് വന്നിട്ട് ജീവൻ ഊതി കയറ്റിയിട്ടാണ് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 42 ദിവസം കഴിയുമ്പോൾ തന്നെ, ശുക്ലത്തുള്ളി 42 ദിവസം അവിടെ കിടക്കുമ്പോൾ തന്നെ മലക്ക് വന്നിട്ട് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് ചോരക്കട്ടയാക്കുന്നതും ഇറച്ചിക്കട്ടയാക്കുന്നതും ഇറച്ചി പൊതിയുന്നതും ജീവൻ ഊതുന്നതും എല്ലാ കാര്യങ്ങളും മലക്ക് പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യണം. ഈ 42ാം ദിവസം ഈ മലക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി പ്രസവിക്കുന്നത് വരെ മലക്ക് പള്ളൻ്റെ ഉള്ളിൽ തന്നെ കഴിയാണ് എന്ന മട്ടിലാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതല്ല ഇനി 4-ാം മാസം ഇതെല്ലാം എഴുതി വെച്ച് കടലാസും കൊണ്ട് മൂപ്പർ പോകുമെന്നറിയില്ല. എന്തായാലും കുറച്ച് കാലം 2-3 മാസം മൂപ്പർ അവിടെ പാർക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇപ്പോൾ 2 ഹദീസും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇങ്ങനെ നബി വളരെ കൃത്യമായിട്ട് ഏറ്റവും ആധികാരികമായ ഹദീസിലൂടെ വിശദീകരിച്ച് തന്ന കാര്യങ്ങളൊക്കെ മെല്ലെ മടക്കി ചുരുട്ടി ചാക്ക് കെട്ടി വെച്ചിട്ടാണ് ഇന്ന് ആധുനിക ഭ്രൂണശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ പരിഭാഷകർ അവരുടെ പരിഭാഷയിൽ പോലും വെള്ളം ചേർത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ബീജം, ഭ്രൂണം, സിക്താണ്ഡം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉടായ്പകളൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞതൊക്കെ മലക്ക് വന്നാലും വന്നില്ലെങ്കിലും ഈ പറഞ്ഞ എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജുകൾ എന്താണ്, ഇന്നിപ്പോൾ ഇത് മനസ്സിലാക്കാൻ നമ്മൾ ഖുർആനും ഹദീസും ഒന്നും തപ്പി നോക്കേണ്ട ഒരു കാര്യവുമില്ല. ലോകത്തിന്ന് വളരെ കൃത്യമായും വ്യക്തമായിട്ടും സൂക്ഷ്മമായിട്ടും ഒരു ഭ്രൂണ വളർച്ചയുടെ ഘട്ടങ്ങളെ വിശദീകരിക്കുന്ന നിരവധി ഡോക്യുമെൻറ്റുകൾ നമുക്ക് നമ്മളെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ആനിമേഷൻ മൂവി ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു ഭ്രൂണം അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ പ്രസവം വരെയുള്ള വളർച്ചയുടെ ഘട്ടങ്ങൾ നേരിട്ട് കാണിച്ചു തരുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് കിട്ടും. ചിത്രങ്ങളായിട്ട് കിട്ടും, ആനിമേഷൻ വീഡിയോകളായിട്ട് കിട്ടും, മറ്റു പലതരത്തിലും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാണ്. അതനുസരിച്ച് ഇന്ന് ആധുനിക ഭ്രൂണശാസ്ത്രം പഠിപ്പിക്കുന്ന കാര്യങ്ങളനുസരിച്ച് ഈ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളും അതിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭൂലോക ബ്ലണ്ടറാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇതിലും വലിയ ബ്ലണ്ടർ ഈ ഒരു വിഷയത്തിൽ ആരെക്കൊണ്ടും പറയാൻ കഴിയില്ല. അത്രയും വലിയ ബ്ലണ്ടറാണ് എഴുതി വെച്ചിട്ടുള്ളത്. അത് മുഴുവൻ നമ്മളിപ്പോൾ പരിശോധിക്കുന്നില്ല, കാരണം അത് മുഴുവൻ പരിശോധിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഭ്രൂണശാസ്ത്ര സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും എല്ലാവർക്കും ലഭ്യമാണ് എന്നതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് ഒരുപാട് സമയം അതിന് വേണ്ടി ചിലവഴിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് ബ്ലണ്ടറാണ് എന്ന് തെളിയിക്കാൻ അതിൻ്റെ തുടക്കം തന്നെ നമ്മൾ പരിശോധിച്ചാൽ മതി. എന്താണ് ഇവിടെ പറയുന്നത്? ശുക്ലം നേരെ പോയിട്ട് ഗർഭാശയത്തിൽ ഒരു തുള്ളി അവിടെ കിടക്കുന്നു. ആ തുള്ളി ശുക്ലമാണ് കട്ട പിടിച്ച് ചോരക്കട്ടയായി മാറുന്നത് എന്നുമാണ് 6-ാം നൂറ്റാണ്ടിലെ ഭ്രൂണവിജ്ഞാനം. അതാണ്, അങ്ങനെയാണ് അതിൽ എഴുതി വച്ചിട്ടുള്ളത്. എന്നാൽ ശുക്ലം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ശുക്ലം എന്ന് പറയുന്നത് ബീജത്തെ ഒഴുക്കിക്കൊണ്ടുപോകാനുള്ള ഒരു മീഡിയം മാത്രമാണ്, അതിനുവേണ്ടി ഉള്ള ഒരു ലിക്വിഡ് മാത്രമാണ് ശുക്ലം എന്ന് നമുക്കറിയാം. ശുക്ലമല്ല ഭ്രൂണമായി മാറുന്നത്, ശുക്ലമല്ല കട്ട പിടിച്ച് കുട്ടിയായി മാറുന്നത്. ശുക്ലത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ബീജത്തെ അവിടെ എത്തിക്കുക, ഈ അണ്ഡം എവിടെയാണോ ഉള്ളത് അവിടെ ബീജത്തെ എത്തിക്കുക എന്നുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് ജോലി മാത്രമാണ് ശുക്ലത്തിന് നിർവഹിക്കാനുള്ളത്. ആ ജോലി നിർവഹിക്കുന്നതോടുകൂടി ശുക്ലത്തിൻ്റെ പണി കഴിഞ്ഞു, ശുക്ലം പിന്നെ അങ്ങ് നശിച്ചു പോവുകയാണ് ചെയ്യുക. എന്നാൽ ബീജം അവിടെ എത്തിക്കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ഓവറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന അണ്ഡവുമായിട്ട് സംയോജിക്കാൻ പാകത്തിന് ബീജം ആ അണ്ഡത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ബീജസങ്കലനം എന്ന് പറയുന്ന പ്രക്രിയ അവിടെ നടക്കുന്നത്. നമ്മൾ ഒരു തുള്ളി ശുക്ലത്തിനകത്ത് മില്യൺ കണക്കിന്, ദശലക്ഷക്കണക്കിന് ബീജങ്ങളുണ്ടായിരിക്കും. അതിലൊരു ബീജം മാത്രമാണ് കുത്തിത്തുളച്ച് ഈ അണ്ഡത്തിനുള്ളിൽ കയറുന്നത്. ഈ ബീജത്തെക്കാളും എത്രയോ വലുതാണ് അണ്ഡം.
സ്ത്രീയുടെ അണ്ടം. പക്ഷേ ഈ അണ്ടത്തെക്കുറിച്ച് യാതൊരു വിവരവും ഖുർആൻ എഴുതിയ പടച്ചോനോ അത് വിശദീകരിച്ച നബിക്കോ ഉണ്ടായിരുന്നില്ല. നബി സ്ത്രീകൾക്കും ഇതുപോലെ ഒരു ശുക്ലമുണ്ട് അല്ലെങ്കിൽ ഒരു ദ്രാവകം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദ്രാവകം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നു, അത് കൂടിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അണ്ടത്തെക്കുറിച്ചോ ബീജത്തെക്കുറിച്ചോ യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഖുർആനിലെ ഈ വിവരം അനുസരിച്ച് സ്ത്രീയുടെ സ്രവം പോലും ഇതിനകത്തൊരു പങ്കും വഹിക്കുന്നതായിട്ട് പറയുന്നില്ല. അവിടെ പുരുഷൻ്റെ ശുക്ലം പോയിട്ട് അങ്ങോട്ട് ഗർഭാശയത്തിൽ കട്ട പിടിച്ചുണ്ടാവുകയാണ് എന്ന രീതിയിലാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, മനുഷ്യൻ്റെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് സ്ത്രീയുടെ ഓവറിയിൽ നിന്ന് ഗർഭാശയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അണ്ടവും പുരുഷൻ്റെ ടെസ്റ്റക്കിൾസ് എന്ന് പറയുന്ന വൃഷണങ്ങൾ എന്ന് പറയുന്ന അവയവത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബീജങ്ങളിൽ നിന്ന് ഒരു ബീജവും പെണ്ണിൻ്റെ ഗർഭാശയത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചിട്ട് സംയോജിക്കുമ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം, പിറവി ആരംഭിക്കുന്നത്. ഈ ലക്ഷക്കണക്കിന് ബീജങ്ങളെ വഹിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ഒഴുകുന്ന ദ്രാവകം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു മീഡിയം മാത്രമാണ് ശുക്ലം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഇനി ഈ ബീജസങ്കലനം നടന്നു കഴിഞ്ഞാൽ, ബീജവും അണ്ടവും തമ്മിൽ സംയോജിച്ച് കഴിഞ്ഞാൽ ആ കോശം അവിടെ 40 ദിവസം അനങ്ങാതെയും മാറ്റമില്ലാതെയും കിടക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അത് ബീജസങ്കലനം നടന്ന ആ നിമിഷം മുതൽ അത് വളരെ വേഗത്തിലുള്ള മാറ്റങ്ങൾക്ക് നിരന്തരമായി വിധേയമാകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ ഈ ബീജസങ്കലനം നടന്നു കഴിഞ്ഞ അണ്ടകോശം 2ആയിട്ടും 4ആയിട്ടും 8ആയിട്ടും വിഭജിച്ച് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ അത് അനേക കോശങ്ങളായി വിഭജിച്ച് പിന്നീട് അത് രൂപമാറ്റം സംഭവിച്ച് ഹോളോ ആയിട്ടുള്ള ഒരു പന്ത് പോലെയുള്ള ആകൃതിയിലാവുകയും പിന്നീട് അതിന് 2 ചേമ്പറുകളായി തിരിയുകയും ഒരു ചേമ്പർ പ്ലാസൻ്റയായിട്ടും ഒരു ചേമ്പർ ശിശുവായിട്ടും വളരുന്ന രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. ആ മാറ്റങ്ങളുടെ ആദ്യത്തെ ഏതാനും ആഴ്ചകളുള്ള മാറ്റങ്ങളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. അതുപോലെ മണിക്കൂറുകൾ കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ദിവസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ആഴ്ചകൾ കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ, മാസങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമുക്കിന്ന് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ലഭ്യമാണ്. ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ആനിമേഷൻ ചിത്രങ്ങളിലൂടെ കാണിച്ചു തരുന്ന വീഡിയോകൾ കാണാം. അതുപോലെ ഓരോ ദിവസങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, 1-ാം ദിവസം 2-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃത്യമായിട്ട് ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആഴ്ചകളിലൂടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണിക്കുന്ന, വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന ഇഷ്ടംപോലെ വിവരണങ്ങൾ കാണാം. പിന്നെ ഓരോ മാസത്തിലും ഉണ്ടാകുന്ന അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇങ്ങനെ വളരെ സൂക്ഷ്മതലത്തിലുള്ള മാറ്റങ്ങൾ മുതൽ കുറച്ചുകൂടെ സ്ഥൂലതലത്തിലുള്ള മാറ്റങ്ങൾ വരെ കാണിക്കുന്ന വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഒന്നും തന്നെ ഒരു 40 ദിവസം ഒരു സ്റ്റേജ്, വേറൊരു 40 ദിവസം വേറെ സ്റ്റേജ്, പിന്നെ ഒരു 40 ദിവസം വേറെ സ്റ്റേജ്, എല്ല് വേറെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇറച്ചി കൊണ്ടേ പൊതിയുക, ഇതൊന്നും ഇവിടെ നടക്കുന്നേ ഇല്ല. അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. ഈ മാറ്റങ്ങളെല്ലാം സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. എല്ലാം ഒരുമിച്ചാണ് നടക്കുന്നത്. എല്ലുണ്ടാകലും ഇറച്ചി ഉണ്ടാകലും വേറെ വേറെ അല്ല, ഇതെല്ലാം ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ അവയവങ്ങളും രൂപപ്പെടുന്നത് ഏത് സമയത്താണ്, എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. ഞാൻ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം എല്ലാവർക്കും വിരൽത്തുമ്പിൽ ലഭ്യമായ അറിവുകളാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഖുർആനിലും ഹദീസിലും ഇതുമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയും ശുദ്ധ അസംബന്ധങ്ങളാണ്, മണ്ടത്തരങ്ങളാണ്, 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ്റെ വിവരക്കേടുകൾ മാത്രമാണ്. ഇനി ഇത്തരം ഓരോ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജിലും മലക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്രമാത്രം വലിയ മണ്ടത്തരമാണ്. ഇന്നിപ്പോൾ കോടാന കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് മനുഷ്യർ മാത്രമല്ല, കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതും മുട്ട പിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവുന്നതുമായിട്ടുള്ള കോടാനകോടി ജീവികളും ജീവിവർഗങ്ങളും ഉണ്ട് ഇവിടെ. അവരുടെ എല്ലാം അണ്ടത്തിലും ബീജത്തിലും അവരുടെ എല്ലാം ഗർഭാശയത്തിലും ഓവറിയിലും ഒക്കെ നടക്കുന്നത് ഇതേ പ്രക്രിയകളാണ്. ആ പ്രക്രിയ നടക്കുന്നിടത്തൊന്നും ഒരു മലക്കിന് ആവശ്യമില്ലെങ്കിൽ മനുഷ്യൻ്റെ ഗർഭാശയത്തിൽ മാത്രം ഒരു മലക്കിൻ്റെ ആവശ്യമില്ല. ഒരു കോഴിയുടെ മുട്ട പോലും രൂപപ്പെടുന്നത് ഇതേ സ്റ്റേജിലൂടെ കടന്നുപോയിട്ടാണ്. അവിടെയും ബീജസങ്കലനം നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഭ്രൂണം വളർന്നിട്ടാണ് ഒരു കോഴിക്കുഞ്ഞുണ്ടാവുന്നത്. അതുപോലെ ഓരോ ജീവിയും. അപ്പോൾ ഈ ജീവികളുടെ ഒക്കെ ഈ ഓവറിയിലും അണ്ടത്തിലും അല്ലെങ്കിൽ അവരുടെ ഗർഭാശയത്തിലും ഒക്കെ കയറി ഒരു മലക്ക് കയറി വന്നിട്ട് വേണം ഇതൊക്കെ ശരിയാക്കാൻ എന്ന് പറയുന്നത് എത്രമാത്രം അസംബന്ധമാണ്.
അതുപോലെ തന്നെ 4 മാസം വരെ ഒരു കുഞ്ഞ് ജീവനില്ലാതെ കിടക്കുകയെന്നു, 4-ാം മാസം ഒരു മലക്ക് വന്നിട്ട് ഊതിക്കയറ്റിയതാണ് ജീവൻ എന്നൊക്കെ പറയുന്നത് എത്ര വലിയ മണ്ടത്തരമാണ്. അപ്പോൾ ജീവശാസ്ത്രത്തിൻ്റെ ABCD അറിയുന്ന ഏതൊരു കുഞ്ഞു കുട്ടിക്കും അറിയാം, ഇന്ന് ഓരോ ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് ഈ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ജീവൻ എന്ന് പറയുന്ന ഒരു സാധനം എവിടെയും ചോർന്നു പോകുന്നില്ല. ഓരോ കോശത്തിനകത്തും ഈ ജീവൻ്റെ അംശം നിലനിൽക്കുന്നുണ്ട്. ഈ കോശങ്ങൾക്കകത്തുള്ള അതിൻ്റെ ക്രോമസോമുകളും അതിൻ്റെ ജനിതക ഘടനയും ഒക്കെ തന്നെയാണ് ഈ ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ജീവൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക എൻറ്റിറ്റി അല്ല, അത് ഈ വസ്തുവിൽ നിന്നും മാറി നിൽക്കുന്ന, അതിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു സംഗതിയല്ല. ഈ പദാർത്ഥങ്ങളുടെ ഒരു സവിശേഷ ഗുണമാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. ആ ഗുണത്തെ പേറുന്ന കോശഘടന തന്നെയാണ് ജീവികളെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നത്. അപ്പോൾ അവിടെ എവിടെയും ഒരു മലക്ക് കയറി വന്നിട്ട് എന്തെങ്കിലും ഊതിക്കയറ്റേണ്ട ഒരു ആവശ്യമില്ല, മലക്കിൻ്റെ തന്നെ സാന്നിധ്യം ഇടുന്ന ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ എല്ലാ ജീവികളിലും ഈ പ്രക്രിയയൊക്കെ നടന്നു പോകും. അപ്പോൾ മലക്കിൻ്റെ വരവ്, മലക്ക് വന്നിട്ട് എല്ലുമ്പൽ ഇറച്ചി പൊതിയൽ, മലക്ക് വന്ന് ജീവൻ ഊതൽ, ഇതൊക്കെ പണ്ട് കാലത്തെ മനുഷ്യൻ്റെ മിഥ്യാഭാവനകളാണ്, അന്ധവിശ്വാസങ്ങളാണ്, അല്ലെങ്കിൽ പ്രാകൃതമായ മനുഷ്യൻ്റെ വിവരക്കേടിൽ നിന്ന് മനുഷ്യൻ ഭാവനയിൽ നെയ്തുണ്ടാക്കിയ കെട്ടുകഥകളാണ്. ആ കെട്ടുകഥകളാണ് ദൈവത്തിൻ്റെ വെളിപാട് എന്നും പറഞ്ഞ് ഈ പുസ്തകത്തിലും ആ വെളിപാടിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നേരിട്ട് ഈ ദൈവവുമായിട്ട് സദാസമയം ഗൂഗിൾ മീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന കഥയിൽ എഴുതി വച്ചിട്ടുള്ള മറ്റു മണ്ടത്തരങ്ങൾ, ഈ മണ്ടത്തരങ്ങളെല്ലാം കാലഹരണപ്പെട്ടതും മനുഷ്യൻ്റെ അറിവില്ലായ്മയെ മാത്രം പ്രതിഫലിപ്പിക്കുന്നതുമാണ് എന്ന് ഇന്ന് സാമാന്യമായ വിദ്യാഭ്യാസം നേടിയ ഏതൊരാൾക്കും അല്പം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷേ വിശ്വാസം എന്ന് പറയുന്ന സാധനം ഒരു വസ്തുവാണ്. അത് തലച്ചോറിൽ കയറി മനുഷ്യൻ്റെ അറിവിനെയും ചിന്തയെയും യുക്തിബോധത്തെയും ഒക്കെ മരവിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തുക എന്ന ഏർപ്പാട് മാത്രമായിരിക്കും വിശ്വാസികൾ ചെയ്യുക. കാരണം ഈ വിശ്വാസത്തെ ഉപേക്ഷിക്കാൻ വയ്യ, എന്നാൽ ശാസ്ത്രം പറയുന്ന കാര്യങ്ങളെ അത് തള്ളിക്കളയാനും വയ്യ. അപ്പോൾ ഈ പ്രതിസന്ധിക്ക് കണ്ടെത്തുന്ന പരിഹാരമാണ് ചെരുപ്പിനനുസരിച്ച് കാല് ചെത്തുക എന്നുള്ള പണിയെടുക്കുന്നത്. അതായത് ശാസ്ത്രം പറയുന്ന വസ്തുതകളെ ഈ മതം പറയുന്ന പൊട്ടത്തരങ്ങളുമായി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ടിടത്തും കൃത്രിമം കാണിച്ച് രണ്ടിലും വെള്ളം ചേർത്തുകൊണ്ട് തിരിച്ച് വളച്ച് വ്യാഖ്യാനിച്ച് ഒപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ്. സത്യസന്ധതയില്ലാത്ത നിലപാടാണ് ഇവിടെ മതം പ്രചരിപ്പിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മതം വിശ്വസിക്കുക എന്നത് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികമായിട്ട് അവർക്ക് തലമുറയായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ആ വിശ്വാസത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പലരുടെയും ഉപജീവനം നഷ്ടപ്പെടും. ഒരു സമുദായം എന്ന നിലക്ക് ഓരോ വിഭാഗത്തിൻ്റെയും എൻറ്റിറ്റി നഷ്ടപ്പെടും, അസ്തിത്വം നഷ്ടപ്പെടും. അതുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ കഥകളെ ഏതെങ്കിലും രീതിയിൽ കാലത്തിനൊപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാഖ്യാന കസർത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബീജത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് മറ്റു പല വിഷയങ്ങളിലും ശുദ്ധ അസംബന്ധങ്ങൾ, ഭൂലോക മണ്ടത്തരങ്ങൾ ഒരുപാട് ഖുർആനിലും ഹദീസിലും വേറെയും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ തന്നെ ഇനിയും ആവർത്തനം ഒരുപാട് തവണ വരുന്നുണ്ട്. ആ സമയത്ത് വിശദമായിട്ട് പറയാം. ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അച്ഛൻ്റെയും അമ്മയുടെയും മുഖച്ഛായ ഉണ്ടാകുന്നത്, ഒരു കുട്ടി ആണും പെണ്ണും ആകുന്നത് എങ്ങനെയാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇതുപോലുള്ള മണ്ടത്തരങ്ങളാണ് ഈ ഖുർആനിലും ഹദീസിലും എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഈ വാക്യത്തിൻ്റെ ഈ 14-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന വാക്യം, ആ വാക്യശകലത്തെക്കുറിച്ച് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതൊരു വലിയ കോമഡിയാണ്. ആ കോമഡിയിലെ മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ കാര്യം പറയുന്നത്. അള്ളാഹു അനുഗ്രഹപൂർണനാണ്, ഏറ്റവും നല്ല സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഈ വാക്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കോമഡി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് എന്ന് പറയുന്ന ഒരു ഗുമസ്തൻ ഉണ്ടായിരുന്നു മുഹമ്മദിൻ്റെ കൂടെ മദീനയിൽ. മക്കയിൽ നിന്ന് വന്ന ആളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ്റെ സഹോദരനാണ്. ഇയാളെ ഖുർആൻ വാക്യങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി മുഹമ്മദ് കൂടെ കൊണ്ടുനടന്നിരുന്നതാണ്. അങ്ങനെ ഈ വാക്യത്തിൽ ഇപ്പോൾ വായിച്ച ഈ വാക്യഖണ്ഡം വരെയുള്ള കാര്യങ്ങൾ മുഹമ്മദ് ആയത്തായിട്ട് ഇറക്കി. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു എന്നതുവരെ ആണ് ആയത്ത് ആദ്യം ഇറക്കിയത്. അത് കേട്ടപ്പോൾ, ഈ സൃഷ്ടി വിവരണം, ഭ്രൂണശാസ്ത്ര വിവരണമൊക്കെ കേട്ടപ്പോൾ അബ്ദുല്ല ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ്
കുറച്ച് ആശ്ചര്യത്തോടു കൂടി വിളിച്ചു പറഞ്ഞതാണ് ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നത്. സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനാകുന്നു എന്ന് ഈ ചങ്ങാതിയാണ് പറഞ്ഞത്, ഈ ഗുമസ്തൻ. അത് കേട്ടപ്പോൾ മുഹമ്മദ് പറഞ്ഞു, എന്നാൽ പിന്നെ അതും കൂടെ എഴുതിക്കോ എന്ന് പറഞ്ഞു. അള്ളാഹിൻ്റെ ആയത്തിൻ്റെ കൂടെ ഇവൻ പറഞ്ഞ വാക്യം കൂടെ എഴുതിക്കോ, അങ്ങനെ തന്നെയാണ് എനിക്ക് ആയത്ത് ഇറങ്ങിയത് എന്ന് നബി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇയാൾ അത് എഴുതി. പക്ഷേ അത് എഴുതിയപ്പോൾ ഇയാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കഥ. ഇത് എഴുതിയതുകൊണ്ട് മാത്രമല്ല, ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഈമാൻ നഷ്ടപ്പെട്ടത്. സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഇതിനു മുമ്പും അയാൾക്കുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് ഒരു ഖുർആൻ വാക്യം അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്കൊക്കെ കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് വേറെ ചില ബദൽ വാക്കുകളൊക്കെ ഇദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. കാരണം ഈ അബ്ദുല്ലാഹിബ്നു സഅദ് ബിൻ അബീ സർഹ് എന്ന് പറയുന്ന ആൾ കുറച്ച് ഭാഷാ പാണ്ഡിത്യമുള്ള ആളാണ്, കുറച്ച് കവിതയൊക്കെ അറിയുന്ന ആളായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് പറയുന്ന ആയത്തുകൾ, അള്ളാഹുവിൻ്റെ വെളിപാടുകൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിൽ ചില വെട്ടിത്തിരുത്തലുകളൊക്കെ മൂപ്പര് നടത്തി. അത് മുഹമ്മദിന് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അതൊക്കെ അംഗീകരിച്ചു. അങ്ങനെ ഇയാൾക്ക് സംശയം തോന്നി. ആ സംശയത്തിൻ്റെ ഒരു പാരമ്യം ഇവിടെയാണ് എത്തുന്നത്. ഈ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോൾ അത് മുഴുവനും കൂടെ എഴുതിക്കോ എന്ന് പറഞ്ഞു. നേരത്തെ ഓരോ വാക്കൊക്കെ മാറ്റിയിരുന്നത്, അവസാനത്തെ വാക്കുകളൊക്കെയാണ് മാറ്റിയിരുന്നതെങ്കിൽ ഇവിടെ ഒരു വാക്യശകലം ഒന്നായിട്ട് ഇയാൾ പറഞ്ഞതനുസരിച്ച് എഴുതാൻ പറഞ്ഞപ്പോൾ ഇയാൾക്ക് മനസ്സിലായി മുഹമ്മദിൻ്റെ വെളിപാട് ഇറക്കൽ വെറും ഉഡായിപ്പാണ്, ഇത് അള്ളാഹിൻ്റെ വെളിപാടൊന്നുമല്ല എന്നുള്ളത് മനസ്സിലായി. ഇയാൾ മുർത്തദായി നേരെ വണ്ടി വിട്ടു മക്കത്തേക്ക് തിരിച്ചുപോയി. അങ്ങനെ മക്കയിൽ പോയിട്ട് ഇയാൾ നാടാകെ പറഞ്ഞു നടന്നു മുഹമ്മദിൻ്റെ വെളിപാട് ഇറങ്ങലൊക്കെ വെറും ഉഡായിപ്പാണ്, മുഹമ്മദ് അള്ളാഹിൻ്റെ വെളിപാടാണ് ഇറക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നതും അള്ളാഹിൻ്റെ വെളിപാട് തന്നെയാണ്, ഞാൻ പറഞ്ഞതാണ് മൂപ്പര് വെളിപാടായിട്ട് പലതും എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ കള്ളിയെല്ലാം വെളിച്ചത്താക്കിക്കൊണ്ട് മൂപ്പര് അവിടെ പോയിട്ട് മക്കക്കാരുടെ ഇടയിൽ പ്രചരണം തുടങ്ങി. മക്കക്കാർ ആദ്യമേ മുഹമ്മദിനെ തിരസ്കരിച്ച ആൾക്കാരാണ്. അവർക്കിത് കേട്ടപ്പോൾ വലിയ ആഘോഷമായി. ഈ വിവരം അറിഞ്ഞപ്പോൾ മുഹമ്മദിന് പിന്നെ എങ്ങനെയെങ്കിലും ഇവനെ കൊല്ലണം എന്നുള്ള വിചാരമായി. അങ്ങനെ കൊല്ലാൻ പല ശ്രമങ്ങളും നടത്തി, അതെല്ലാം പരാജയപ്പെട്ടു. മക്ക കീഴടക്കിയ സമയത്ത് എല്ലാ മക്കൾക്കാർക്കും അബൂ സുഫിയാൻ അടക്കമുള്ളവർക്ക് മാപ്പ് കൊടുത്ത സമയത്തും 10-12 ആളെ കൊല്ലാൻ മുഹമ്മദ് ഉത്തരവിട്ടു. എവിടെ വെച്ച് കണ്ടാലും അവരെ കൊല്ലണമെന്ന് ഉത്തരവിട്ടു. ആ ലിസ്റ്റിൽ, ആ കൊല്ലാൻ ഉത്തരവിട്ട ലിസ്റ്റിൽ ഒന്നാമത്തെ സഫിൽ തന്നെ ഈ ചങ്ങാതി ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്നു സഅദിനെ എവിടെ കണ്ടാലും കൊല്ലണം എന്ന് ഉത്തരവിട്ടു. അങ്ങനെ അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളും കൊണ്ട് ഓടിപ്പാഞ്ഞ് കിടക്കുമ്പോൾ അവനെ പിടിച്ചുകൊണ്ടേയിട്ട് ഉസ്മാൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു. കാരണം ഉസ്മാൻ്റെ സഹോദരനായിരുന്നു. ഉസ്മാൻ പറഞ്ഞു, ഒരു കാരണവശാലും അവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു. അങ്ങനെ അവൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇവനെ കൊല്ലുമെന്ന് ഉറപ്പിച്ചതിന് ശേഷം അവൻ്റെ മരണം പ്രവചിച്ചുകൊണ്ടും അവൻ്റെ ദാരുണമായ അന്ത്യവും അവൻ്റെ നരകശിക്ഷയും ഒക്കെ പ്രവചിച്ചുകൊണ്ട് ആയത്ത് ഇറക്കി മുഹമ്മദ്. ആ ആയത്ത് ഖുർആനിലുണ്ട്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ ഇവൻ്റെ മരണവും ഇവൻ്റെ കൊലപാതകവും ഇവൻ്റെ നരകശിക്ഷയും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് പ്രവചിച്ചുകൊണ്ട് ആയത്തുകളും ഇറക്കിയ സ്ഥിതിക്ക് ഇനി ഇവനെ കൊല്ലാതിരുന്നാൽ അത് വലിയ അബദ്ധമാകുമെന്ന് മുഹമ്മദിന് അറിയാവുന്നത് കൊണ്ട് മുഹമ്മദ് ഇവനെ കൊല്ലൽ നിർബന്ധമായിരുന്നു. പക്ഷേ നിർബന്ധപൂർവ്വം അവനെ കൊല്ലാൻ വേണ്ടി ഓടി നടന്നിട്ടും ഉസ്മാൻ അവനെ കൊല്ലാൻ സമ്മതിച്ചില്ല. ഉസ്മാൻ അവിടെ രക്ഷപ്പെടുത്തി. അവസാനം ഉസ്മാനെ പിണക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് മുഹമ്മദ് അവിടുന്ന് മനമില്ലാ മനസ്സോടെ തിരിച്ചു പോരുകയാണ് ചെയ്തത്. ഇവനെ കൊല്ലാൻ കിട്ടിയില്ല. അവസാനം ഇവനോട് ഉസ്മാൻ പറഞ്ഞു, ഈ തൽക്കാലം ജീവൻ രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരു മുനാഫിക്കായിട്ട് ഇതിൻ്റെ കൂടെ കൂടിക്കോ, എൻ്റെ യുക്തിവാദവും എൻ്റെ സ്വതന്ത്ര ചിന്തയൊക്കെ മാറ്റി വെച്ചാളാ എന്ന് പറഞ്ഞ് അവനെ മതം മാറ്റിച്ച് ഇസ്ലാമാക്കി വീണ്ടും ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ഉസ്മാൻ്റെ ഭരണകാലമായപ്പോഴേക്ക് ഇവനെ ഇസ്ലാമിൻ്റെ തലപ്പത്ത് അവരോധിക്കുകയും ചെയ്തു. ഈജിപ്തിൻ്റെ ഗവർണറാക്കി ഇസ്ലാമിൻ്റെ ഭരണം തന്നെ അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ മുസ്ലിമായ അബ്ദുല്ലാഹിബ്നു സഅദ് ഉസ്മാൻ്റെ ഭരണകാലത്ത് ഈജിപ്തിൻ്റെ ഗവർണറായി ഇസ്ലാമിൻ്റെ തലപ്പത്തെത്തിയ കോമഡിയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. ആ അബ്ദുല്ലാഹിബ്നു സഅദ് എന്ന മുസ്ലിം ആയ ആൾ, അയാൾ മുസ്ലിം ആവാൻ കാരണമായിട്ടുള്ള വാചകശകലമാണ് ഈ ആയത്തിൻ്റെ, ഈ 14-ാം ആയത്തിൻ്റെ അവസാനത്തിലുള്ള ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന വാക്യം. അള്ളാഹു സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മുന്തിയ സൃഷ്ടികർത്താവാണ്, അനുഗ്രഹീതനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനകത്ത് വേറൊരു കോമഡിയും കൂടെ ഉണ്ട്. ഇത് ശരിക്ക് തൗഹീദിൻ്റെ സത്തക്ക് ചേർന്നതല്ല ഈ വാചകം. അതും വലിയ പ്രശ്നമായിട്ടുണ്ട്. കാരണം അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും മുന്തിയ സൃഷ്ടികർത്താവ് എന്ന് വരുമ്പോൾ
സൃഷ്ടികർത്താക്കൾ വേറെയും കുറേ ഉണ്ട് എന്നർത്ഥം വരും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വം, സ്രഷ്ടാവ് എന്ന നിലക്കുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം അവിടെ പൊളിയുകയും ഒരുപാട് സ്രഷ്ടാക്കളുണ്ട്, പക്ഷേ ആ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ സ്രഷ്ടാവ് അള്ളാഹുവാണ് എന്ന് വരികയും ചെയ്യും. അത് മക്കക്കാരൊക്കെ വിശ്വസിച്ചിരുന്ന സിർക്കുമായിട്ട് ഒത്തുപോകുന്ന ഒരു വാചകമാണ്. അങ്ങനെ സിർക്കുമായി ഒത്തുപോയി പോകുന്ന ഈ ഒരു വാചകം അവിടെ പറഞ്ഞത് അബ്ദുല്ലാഹിബ്നു സഅദ് ഒരുപക്ഷെ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തെ അവസാനമായി ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പറഞ്ഞതും ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, മുഹമ്മദിൻ്റെ അള്ളാഹുവിന് അത് മനസ്സിലായില്ല, അതുകൊണ്ട് ഈ മണ്ടത്തരം അവിടെ എഴുതി വെച്ചു എന്ന് വേണം കണക്കാക്കാൻ. ഇനി ഞാൻ ഇതിനകത്ത് ഇതുവരെ പറയാത്ത വേറൊരു കോമഡി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ വാക്യം അബ്ദുല്ലാഹിബ്നു സഅദ് അബീ സർഹിൻ്റെ വകയായിട്ട് ഖുർആനിൽ വന്നതാണ് എന്നും അതിൻ്റെ പേരിലാണ് അദ്ദേഹം മുർത്തദായി പോയത് എന്നതൊക്കെയുള്ള ചരിത്രം മക്കക്കാർക്കും അന്നത്തെ മദീനക്കാർക്കും ഒക്കെ അറിയാമായിരുന്നെങ്കിലും ആ ചരിത്രം ഇങ്ങനെ നിലനിന്ന് പോകുന്നതും പിന്നീട് ആളുകൾ അത് അറിയുന്നതും ഇസ്ലാമിൻ്റെ അടിത്തറ തന്നെ തകർക്കുന്ന ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സൂത്രശാലി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഉമർ ഇബ്നു ഖത്താബാണ്. ഉമർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഉമർ ഒരു ഹദീസിൽ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തു. ഇത് അബ്ദുല്ലാഹിബ്നു സഅദിൻ്റെ വാചകമാണ് എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഉമർ അതല്ല, അത് എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേറ്റൻ്റ് ഏറ്റെടുക്കാൻ ഓടി വന്ന ഒരു കോമഡി ഉണ്ട്. അത് ഒരു ഹദീസിലാണുള്ളത്. ആ ഹദീസ് തഫ്സീർ വാഹിദിയൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വേറെയും ഒരുപാട് കോമഡികളുണ്ട്. ഇതിൽ പറയുന്നത് ഉമർ വന്നിട്ട് പറയാണ്, ഞാൻ പറഞ്ഞതനുസരിച്ചും ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചും ഒരുപാട് വെളിപാടുകൾ ഖുർആനിൽ അവതരിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് 2-ാം അധ്യായത്തിലെ 125-ാം വാക്യം. അതിൽ ഇബ്രാഹീമിൻ്റെ മഖാമ് പ്രാർത്ഥനാ സ്ഥലമാക്കണം എന്ന് ഉമർ ആവശ്യപ്പെട്ടപ്പോൾ മഖാമു ഇബ്രാഹീം പ്രാർത്ഥനാ സ്ഥലമാക്കിക്കൊണ്ട് ഇറങ്ങിയ ആയത്താണ് 2:125. അപ്പോൾ ഉമർ പറയുന്നത് ആ ആയത്ത് ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പിന്നെ മറ്റൊരായത്ത് 33:53 അതിൽ മുഹമ്മദ് നബിയുടെ ഭാര്യമാരുമായിട്ട് നാട്ടുകാർ വർത്തമാനം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാട് നടത്തുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഹിജാബ്, ഒരു മറ വെക്കണം എന്ന് ഉമർ ആവശ്യപ്പെട്ടു. ഉമർ ആവശ്യപ്പെട്ടപ്പോൾ അതേ ആവശ്യം പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇറക്കിയ ആയത്താണ് 33-ാം അധ്യായത്തിലെ 53-ാം വാക്യം. അപ്പോൾ ഉമർ ഇറക്കിയ 2 ആയത്തായി. ഇനി മൂന്നാമത്തേത് 66-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. അത് മുഹമ്മദിൻ്റെ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വാക്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ തോന്നിയാസം കാണിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാം കാര്യം തീർത്ത് ഒഴിവാക്കിച്ചിട്ട് നിങ്ങളെക്കാളും മുന്തിയ പെണ്ണുങ്ങളെ മൂപ്പർക്ക് ഞാൻ കെട്ടിച്ചു കൊടുക്കുമെന്ന് ഉമർ പറഞ്ഞു. അപ്പോൾ അതേ വാചകം ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി. അതാണ് 66-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യം. പിന്നീട് ഉമർ പറയുന്നത് 23-ാം അധ്യായത്തിലെ 12-ാമത്തെ വാക്യവും 13-ഉം 14-ഉം വാക്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ വാക്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അതിൻ്റെ അവസാനം തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന് കൂട്ടിച്ചേർത്തത് ഞാൻ പറഞ്ഞിട്ടാണ് എന്നാണ് ഉമർ ഇതിൻ്റെ കൂടെ പറയുന്നത്. അപ്പോൾ ഉമർ പല സന്ദർഭങ്ങളിലും പലതും പറയുകയും പലതും ആവശ്യപ്പെടുകയും ചെയ്തു. ആ പറഞ്ഞതും ആവശ്യപ്പെട്ടതും ഒക്കെ അള്ളാഹുവിൻ്റെ ആയത്തുകളായിട്ട് മുഹമ്മദിൻ്റെ വായിലൂടെയൊക്കെ പുറത്തു വന്നു. ആ കൂട്ടത്തിൽ ഒന്നാണ് ഇപ്പോൾ ഈ വായിച്ച അബ്ദുല്ലാഹിബ്നു സഅദ് അബീ സർഹ് മുർത്തദാവാൻ കാരണമായ അയാൾ അവതരിപ്പിച്ച വാക്യം എന്ന് ഉമർ ഇവിടെ പറയുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹിയുടെ പേറ്റൻറ്റിലുണ്ടായിരുന്ന ഈ വാക്യം ഉമർ മെല്ലെ ഏറ്റെടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉമർ ഇങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടാവുക? ഞാൻ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അബ്ദുല്ലാഹിബ്നു സഅദിൻ്റെ പേരിൽ ഈ കഥ നിലനിൽക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ അടിത്തറയ്ക്ക് വലിയ വിള്ളലുണ്ടാക്കും എന്ന് മനസ്സിലാക്കിയ ബുദ്ധിമാനായ ഉമർ ഈ ആയത്തിൻ്റെ പേറ്റൻ്റ്, അതിൻ്റെ പിതൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഒരു കള്ളം പറഞ്ഞതാവാനാണ് സാധ്യത. പക്ഷെ അതുകൊണ്ടും ഇതിൻ്റെ കോമഡി അവസാനിക്കുന്നില്ല. അള്ളാഹു ആയത്തിറക്കുന്നത് ഉമർ പറഞ്ഞ വാചകം കേട്ടിട്ടും അല്ലെങ്കിൽ അബ്ദുല്ലാഹിബ്നു സഅദ് പറഞ്ഞ കേട്ടിട്ടും ഒക്കെ ആണ് എന്ന് പറഞ്ഞാൽ ആ വെളിപാടിൻ്റെ ഒരു ആധികാരികത എത്രത്തോളം ഉണ്ട്. ഇവിടെ ഉമ്മറിൻ്റെ പോരിശ സ്വയം പൊക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. കാരണം ഉമർ ഞാൻ ചില്ലറക്കാരനൊന്നല്ല, നബിയുടെ കൂടെ തന്നെ അള്ളാഹു എനിക്കും എൻ്റെ അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് ആയത്തുകളൊക്കെ ഇറക്കിയിരുന്നു എന്ന് പറയുമ്പോൾ നബിയുടെ തൊട്ടടുത്ത്, പ്രവാചകൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥാനം ഉമർ സ്വയം ഏറ്റെടുക്കുകയാണ്.
അപ്പം എനിക്ക് നേരിട്ട് ആയത്തിറങ്ങിയില്ലെങ്കിലും ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും മുഹമ്മദിൽ കൂടെ അള്ളാഹു ആയത്തിറക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനാരായി, അള്ളാഹിനെക്കാളിലും മുഹമ്മദിനെക്കാളിലും ഒക്കെ വലിയ ആളായി എന്ന് പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഉമ്മർ ഇതിൻ്റെയൊക്കെ പിതൃത്വം ഏറ്റെടുത്ത് വന്നിട്ടുള്ളത്. സംഗതി ശരിയായിരിക്കാം, ഉമ്മർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. ഉമ്മർ പറഞ്ഞപ്പോഴാണ് പല ആയത്തുകളും നബി ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ഈ വാചകം അബ്ദുല്ലാഹിബ്നു സയ്യിദിൻ്റെ വകയാണ് എന്ന് ഇത് ഉദ്ധരിച്ച ഇതേ വാഹിദി തഫ്സീറിൽ മറ്റൊരു അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തഫ്സീറിൽ അസ്ബാബുൻ നുസൂൽ എന്ന് പറയുന്ന തഫ്സീറിൽ സബബുൻ നുസൂൽ കൊടുത്തിടത്ത് തന്നെ പരസ്പര വിരുദ്ധമായിട്ട് പലതും കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിലൊരു വൈരുദ്ധ്യമാണിത്. എന്തായാലും ഖുർആൻ ദൈവത്തിൻ്റെ വെളിപാടാണോ അല്ലേ എന്നതിന് ഇപ്പോൾ നമ്മൾ ഈ വായിച്ച 2-3 വാക്യങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക്, സ്കൂളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അധികം ദൃഷ്ടാന്തമൊന്നും അന്വേഷിച്ച് വേറെ പോകേണ്ടതില്ല. ഈ കോമഡികളൊക്കെ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. വിവരക്കേടുകളും 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃത മനുഷ്യരുടെ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അന്നത്തെ ആളുകളുടെ മനസ്സിൽ തോന്നിയിരുന്ന ആശയങ്ങൾ തന്നെയാണ് മുഹമ്മദിൻ്റെ മനസ്സിൽ ആശയങ്ങളായി രൂപപ്പെട്ടതും മുഹമ്മദിൻ്റെ വായിലൂടെ പുറത്തേക്ക് വെളിപാടുകളായി വന്നിരുന്നത് എന്നും ഇതെല്ലാം തെളിയിക്കുന്നു. ഇനി മനുഷ്യൻ്റെ സൃഷ്ടി കഴിഞ്ഞ് ആകാശഭൂമിയുടെ സൃഷ്ടിയും പറഞ്ഞുകൊണ്ട് അടുത്ത ദൃഷ്ടാന്തം പറച്ചിലുകളും അത് കഴിഞ്ഞ് പിന്നെ തുരുതുരാ അരോചകമായ പയ്യാരം പറച്ചിലുകളുമാണ് ഈ അധ്യായത്തിൽ തുടരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വാക്യം മുതൽ ചർച്ച ചെയ്യാം.